ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? സോ എന്താണെന്ന് നോക്കാം. ഫോഴ്സിങ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ ഔട്ട് ഓഫ് ദെയർ ഹോംസ് ഓഫൻ ഓൾസോ ദെയർ ഹോംലാൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ അവർ താമസിക്കുന്ന അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആവശ്യത്തിനായിട്ട് അവരെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നിർബന്ധിതപൂർണ്ണമായിട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ റെഫേഴ്സ് ടു ദ ഫോഴ്സ്ഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ദ ലൊക്കാലിറ്റി ഓർ എൻവയോൺമെൻറ്റ് ആൻഡ് ഒക്കുപേഷണൽ ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ചേഞ്ച് caused by a number of factors, the most common being armed conflict, natural disaster, famine, development and economic changes may also be a cause of displacement. So displacement എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് മാറ്റി താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇതൊരു സോഷ്യൽ ചേഞ്ചാണ്. ഇനി ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരുപാട് കാരണങ്ങൾ, ഫാക്ടേഴ്സ് കാരണം ഇതൊക്കെ സംഭവിക്കാം അല്ലേ. ആംഡ് എന്തെങ്കിലും വാറുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും നോർമലി ആൾക്കാർ മാറിപ്പോകും. അതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സുനാമിയോ എർത്ത് ക്വേക്ക്സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാജഡി, മാൻമെയ്ഡ് ആവാം, അത് നാച്ചുറൽ ആവാം. സോ ഭോപ്പാൽ ട്രാജഡി, സോ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറിപ്പോകും. സോ അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. In regard to population displacement resulting from development, there are typically two types. So population displacement, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ മാറ്റി താമസിക്കുന്നതിന് നമുക്ക് രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം. ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റും ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റും. ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ലീഡ്സ് ടു ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലൊക്കേഷൻ. സോ ഡയറക്റ്റ് മാറ്റുക എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കുടിയൊഴിപ്പിക്കുക. സോ അവരെ അവിടെ നിന്ന് ഡയറക്റ്റ് അവരെ ഒഴിപ്പിക്കുന്നതിനാണ് ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ലീഡ്സ് ടു എ ലോസ് ഓഫ് ലൈവ്ലിഹുഡ്, ഫോഴ്സ് ടു ലീവ് ദ ഹോം റീജിയൻ ടു വിച്ച് ദേ ആർ അറ്റാച്ച്ഡ് ആൻഡ് ഫോർ വിച്ച് ദേ ഹാവ് ദ നോളജ് ടു മേക്ക് എ ലിവിങ് മോസ്റ്റ് എഫക്റ്റീവ്ലി. ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ often become impoverished. The displacement of people as a result of development project policies and processes therefore constitute a social cost for development. So ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർക്ക് ആ ഒരു പ്രദേശത്ത് താമസിക്കാൻ പറ്റാതെ ആകുന്നു. എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് കാരണം, ഇപ്പം ഉദാഹരണം പറയാം, എന്തെങ്കിലും ഒരു ഡാം കെട്ടുക അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അവരുടെ വരുമാനം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ, കാട് വെട്ടിത്തെളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ അവിടെ നിന്നൊന്നും അവർക്ക് കഴിക്കാനുള്ള ആഹാരമൊന്നും കിട്ടാതെ വരിക. സോ അങ്ങനെ അവർക്ക് കഴിക്കാൻ അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർക്ക് ഫോഴ്സ്ഫുള്ളി അത് മാറിപ്പോകേണ്ടതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. സോ അത് ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോളിസി കാരണം അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാതെ വരുന്നു, അവർക്ക് ജീവിതം മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ വരുന്നു. സോ അതിനെയാണ് ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. Each year millions of people around the globe are forcefully relocated and resettled away from their homes, lands and livelihood in order to make way for large-scale development projects. It is a profound socio-economic and cultural disruption for those affected. This location breaks up living patterns and social continuity. So ഓരോ വർഷങ്ങളിലും ഒരുപാട് ആൾക്കാർ പല പുതിയ പ്രോജക്റ്റുകൾ, നമുക്ക് ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണല്ലേ. സോ പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഫോഴ്സ്ഫുള്ളി നമുക്ക് മാറ്റേണ്ടി വരും. സോ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഹൈവേ ഒക്കെ വന്നപ്പോഴത്തേക്ക് നോർമലി ഒരുപാട് സ്ഥലത്തിന് ആവശ്യം വന്നു. സോ അതൊക്കെ നമുക്ക് സെറ്റിൽമെൻറ്റ് കിട്ടി എന്നൊക്കെ പറയാം അല്ലേ. അല്ലാതെ ഇതൊന്നും അവർക്കൊന്നും സെറ്റിൽമെൻ്റ് ഒന്നും കിട്ടാതെ അവർ ഫോഴ്സ്ഫുള്ളി ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നു. സോ അത് അതാണ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി
പ്രൈമറി കോസ് ഫോർ മൈഗ്രേഷൻ. ഇനി ഈ മൈഗ്രേഷൻ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ മറ്റു സ്ഥലത്തോട്ട് പോയി താമസിക്കുന്നതിനാണല്ലേ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം എന്ത് സംഭവിക്കും? മൈഗ്രേഷൻസ് ഒരുപാട് സംഭവിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 250 million people വേൾഡ് വൈഡ്. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ എക്കണോമിക് ഓർ ബോത്ത്. സോ ഫിസിക്കലി പോവാം, അതല്ലെങ്കിൽ അവർ എക്കണോമിക്കലി അവരെന്ത് ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്ത് പോവാം. കോസസ് വാട്ടർ സപ്ലൈ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എനർജി. പുതിയതായിട്ട് നമ്മൾ ഡാമുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈസ് ഫാക്ടറീസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി ഹൈവേസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി റിയാക്ടേഴ്സ്, മൈനിങ്, ഇതൊക്കെ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റുപറ്റിയുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും? അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മാറിപ്പോകേണ്ടി വരും. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ്. സോ ഇങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പാക്റ്റ് ഇത് ഒരു മൈക്കൽ കേസർണിയ എന്ന് പറഞ്ഞൊരു സോഷ്യോളജിസ്റ്റിൻ്റെ ഇമ്പാക്റ്റാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ലാൻഡ് ലെസ്നെസ്, അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, ജോബ് ലെസ്നെസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എസ്സേ കൊണ്ട് വേണ്ടാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ജോബ് ലെസ്നെസ്, അവർക്ക് അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ത് ചെയ്യാം, ഈ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് കാരണം ജോലി നഷ്ടപ്പെടാം. അതുപോലെ ഹോംലെസ്നെസ്, വീട് നഷ്ടപ്പെടാം. മാർജിനലൈസേഷൻ, അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു പുതിയൊരു കമ്മ്യൂണിറ്റിയിലോട്ട് പോകുമ്പോൾ അവരെ മാർജിനലൈസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. ഇൻക്രീസ്ഡ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് കൂടും. ലോസ് ഓഫ് ആക്സസ് ടു കോമൺ പ്രോപ്പർട്ടി, സോഷ്യൽ ഡിസിൻറ്റഗ്രേഷൻ. സോ ഇത്രയുമാണ് ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കോസസ് എന്തൊക്കെയായിരിക്കാം? ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ആൾക്കാരെ ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്? സോ വാട്ടർ സപ്ലൈയുടെ ഭാഗമായിട്ട് നമ്മൾ ഡാംസ്, അതുപോലെ റിസർവെയേഴ്സ്, അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ചുറ്റുപറ്റുള്ള ആൾക്കാരെന്ത് ചെയ്യാം, അവർ ഫോഴ്സ്ഫുള്ളി അവർ മാറിപ്പോകേണ്ടി വരാം. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ എയർപോർട്ട് വരിക, സർവീസ്, അത് എയർപോർട്ട് അല്ലെങ്കിൽ ഹൈവേ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, റോഡ്സ്, ഹൈവേ, കനാൽസ് ഒക്കെ വരുന്നത് ഭാഗമായിട്ട് അത് കാരണം എന്ത് സംഭവിക്കാം? DID സംഭവിക്കാം. ഇനി എനർജി, അതായത് മൈനിങ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത് മണ്ണ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് മൈൻ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ അതിന് ചുറ്റുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നിന്ന് നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ പുതിയ പവർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓയിൽ എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ, പൈപ്പ് ലൈൻസ് ഇടുക. ശരി, അതുപോലെ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെന്ത് ചെയ്യും, മാറിപ്പോകാം. പുതിയതായിട്ട് പാർക്ക്, ഫോറസ്റ്റ് റിസർവ്സ്, പോപ്പുലേഷൻ റീഡിസ്ട്രിബ്യൂഷൻ സ്കീംസ്, അതായത് നാച്ചുറൽ കലാമിറ്റി കാരണം പോകാം. പട്ടിണി കാരണം, യുദ്ധം കാരണം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങൾ കാരണം ആൾക്കാർ എന്ത് ചെയ്യാം, മാറിപ്പോകും. സോ ഇത്രയുമാണ് കോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി who is affected and how? Development is one of primary cause of forced migration in the world today. Experts estimate that over 250 million worldwide has been displaced in the name of development over the past 20 years. സോ ഡെവലപ്മെൻറ്റ് എന്താണ്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാരണം ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ഏകദേശം 250 മില്യണിൽ കൂടുതൽ ആൾക്കാർ ലാസ്റ്റ് 20-20 വർഷത്തിലായിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇനി how it occurs? Economic displacement occurs when people lose access to vital natural resources that they need to sustain their livelihood, such as forest, grazing lands and fresh water. So economic displacement നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആൾക്കാരെന്താണ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കാട്ടിൽ, അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾസ് എന്ന് പറയുന്ന അവർ എന്തിനാണ്, ഫോറസ്റ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്മൾ പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ ഡാംസ് ഇതൊക്കെ ഫോം ചെയ്യുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതമാർഗം അല്ലെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതായി വരും. ഫ്രഷ് വാട്ടർ കിട്ടാതെയാവും. അങ്ങനെ വരുമ്പോൾ അത് കാരണം അവിടെ നടക്കുന്നുണ്ട്, എക്കണോമിക് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. The construction of dam or mine, for example, typically does not displace only those people and communities located on land used for the project. People living downstream from a dam may suffer the loss of fisheries needed to sustain themselves. An entire community may suffer health impact due to pollution
from a mine. Both circumstances commonly force people to move, and both are examples of ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മളിപ്പോൾ ഒരു ഡാം അല്ലെങ്കിൽ ഒരു മൈൻ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ അതിൽ നമുക്ക് അതിന് ആ ഡാം നിർമ്മിക്കുന്ന സ്ഥലം മാത്രം പോരാ, അല്ലെങ്കിൽ ആ മൈൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ഥലം മാത്രം പോരാ, അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതമാർഗ്ഗം, വെള്ളമില്ലാതെ അല്ലെങ്കിൽ മീനുകൾ നശിക്കാൻ തുടങ്ങും. മൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൊല്യൂഷൻസ് വരും. സോ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് അസുഖങ്ങളും അതുപോലെ അവർക്ക് ജീവിക്കാൻ വരുമാനം ഇല്ലാതെയൊക്കെ ആയി വരുമ്പം ഒരു ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ നിന്ന് മാറാൻ തുടങ്ങും. സോ ഇതാണ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഉദാഹരണമായിട്ട് പറയുന്നത്. കോസ് ഓർ കാറ്റഗറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്. ഇനി കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സപ്ലൈസ്, അതായത് ഡാംസിലൂടെ അല്ലെങ്കിൽ റിസർവേഴ്സ്, ഇറിഗേഷൻ, ഇതൊക്കെ ഇതിലൂടെയൊക്കെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് DID നടക്കാം. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, എനർജിയുടെ ഭാഗം, മൈനിങ്, പവർ പ്ലാന്റ്സ്, ഓയിൽ എക്സ്പ്ലോറേഷൻ, അഗ്രികൾച്ചർ എക്സ്പാൻഷൻ. സോ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. People who migrate away from their home voluntarily in search of employment or better prospects are called voluntary migrants. So ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ടൈപ്പാണ് വോളണ്ടറി മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ. ഇത് അവരെന്താണ് വേണമെന്ന് വിചാരിച്ച് അവർക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും നല്ലൊരു ജോലിക്ക് വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോയി താമസിക്കുന്നു. സോ അതെന്താണ്, നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ മാറി താമസിക്കുന്നത് അല്ലെങ്കിൽ മാറുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി മൈഗ്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ഫോഴ്സ് ചെയ്തല്ല നമ്മൾ മാറുന്നത്. നമുക്കൊരു ബെറ്റർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ബെറ്റർ എംപ്ലോയ്മെൻറ്റിനോ വേണ്ടി നമ്മുടെ ഇഷ്ടത്തിന് മാറുന്നതിന് നമ്മൾ വോളണ്ടറി മൈഗ്രൻസ് എന്ന് പറയും. ഇനി പീപ്പിൾ ഹു ആർ ഫോഴ്സ്ഡ് ടു മൂവ് ഔട്ട് ഓഫ് ദ ഹാബിറ്റാറ്റ് ബൈ വാർ ആൻഡ് സിവിൽ ഇൻട്രസ്റ്റ് ആർ നോൺ ആസ് റെഫ്യൂജീസ്. സോ ഇനി വാർ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അനിശ്ചിതത്വം നടക്കുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർ എന്ത് ചെയ്യും, ആ സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലോട്ട് പോകും. സോ അങ്ങനെയുള്ളവർ നമ്മൾ എന്ത് പറയും, റിഫ്യൂജീസ് എന്ന് പറയും, അത് അഭയാർത്ഥികൾ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ അറൌണ്ട് 15 million person migrated from India to Pakistan or from Pakistan to India during the partition of South Asian subcontinent into India and Pakistan in 1947. They can be termed as refugees. സോ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് ഇന്ത്യ പാർട്ടീഷൻ നടന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട്, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പലായനം ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്ഥലത്ത് അനിശ്ചിതാവസ്ഥ കാലങ്ങൾ അല്ലെങ്കിൽ യുദ്ധം കാരണമോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് പോകേണ്ടി വരുന്നു. സോ അതിനെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ റെഫ്യൂജീസ് തന്നെ ഡിസാസ്റ്റർ റെഫ്യൂജീസ് ഉണ്ട്. നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഫോഴ്സ് മെനി ടു ലീവ് their land like those who left Bhopal because of the gas disaster in the Union Carbide factory. People also had to move out of their region because of the Latur and Gujarat earthquake, the Orissa super cyclone and floods or drought elsewhere. This group is known as disaster refugees. So ഇനി നമ്മളിപ്പോൾ വാർ അല്ലാതെ സിവിൽ അൺട്രസ്റ്റ് അല്ലാതെ എന്ത് ചെയ്യുക, നാച്ചുറൽ കാരണങ്ങൾ കാരണം നാച്ചുറൽ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ട്രാജഡീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ കാരണം മാറിപ്പോകുന്നത്. ഭോപ്പാൽ ട്രാജഡി നമ്മൾ പഠിച്ചായിരുന്നല്ലോ, 1984 നടന്ന ട്രാജഡി. സോ അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഫോഴ്സ്ഫുള്ളി അവർക്ക് മാറിപ്പോയേണ്ടി വരുന്നു. സോ നാച്ചുറൽ അല്ലെങ്കിൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ കാരണം മാറിപ്പോകുന്നു. ഗുജറാത്തിലെ എർത്ത് ക്വേക്ക്, അതുപോലെ എന്താണ് ഒറീസയിൽ നടന്ന സൂപ്പർ സൈക്ലോണും ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, വരൾച്ച, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ മാറിപ്പോകുന്നതിന് നമുക്ക് ഡിസാസ്റ്റർ റെഫ്യൂജീസ് എന്ന് പറയാം. സോ അപ്പം ഡിസാസ്റ്റർ റെഫ്യൂജീസ് ഉണ്ട്. ഇനി അടുത്ത പ്രോസസ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ ഉണ്ട്. മെനി പീപ്പിൾ ലീവ് ദെയർ ലാൻഡ് വെൻ ദേ ലോസ് ദെയർ ലൈവ്ലിഹുഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കോണമി ഇൻ ദെയർ ഏരിയാസ്. ഇൻ റീസെൻറ്റ് ഡീക്കേഡ് ലാക്സ് ഓഫ് traditional fishing families were affected when trawlers were allowed in shallow water with no limits. Millions of tribals have lost their livelihood to deforestation. Dalit shoemakers have been rendered jobless by the introduction of rubber slipper shoes. These are known as പ്രോസസ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ. സോ പ്രോസസ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് പുതിയ എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത് കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ അവർക്ക് വരുമാനമില്ലാതെ വരുന്ന അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി മാറിപ്പോവേണ്ടി വരുന്നു. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ
പണ്ട് കാലങ്ങളിൽ ചൂണ്ടയിട്ട് പിടിച്ചിരുന്ന അല്ലെങ്കിൽ വലയിട്ട് പിടിച്ചിരുന്നവരൊക്കെ ജീവിച്ചിരുന്നവർക്ക് അവർക്ക് അവരുടെ ട്രഡീഷണൽ ഫിഷിംഗ് രീതിയിൽ പുതിയതായിട്ടുള്ള ട്രോളേഴ്സൊക്കെ വന്നല്ലേ, വലിയ ഷിപ്പുകളും ഇതുമൊക്കെ വന്നത് കാരണം അവർക്ക് മീൻ ഒരുപാട് കിട്ടി. അപ്പോൾ ഇവരുടെ കച്ചവടം കുറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതുപോലെ ദളിത് ആൾക്കാർ ഷൂ മേക്ക് ചെയ്തിരുന്നു. സോ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, റബ്ബർ ഷൂ ഒക്കെ വന്നു, പുതിയ മാറ്റങ്ങളൊക്കെ വന്നു. സോ അപ്പോൾ അത് അവർക്ക് അവരുടെ ജീവിത മാർഗം നിന്നു പോകുന്നു. സോ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നത് കാരണം അവർ മാറിപ്പോകുന്നതിന് നമ്മൾ പ്രോസസ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. സോ ഇനി ആരാണ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസും പ്രോജക്റ്റ് എഫക്റ്റഡ് പേഴ്സൺസും നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആണ്. ഇനി എന്താണ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്നും പ്രോജക്റ്റ് എഫക്റ്റഡ് പേഴ്സൺസ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ഓർ DPs ആർ ദോസ് ഹു ആർ ഫോഴ്സ്ഡ് ടു മൂവ് ഔട്ട് ഓഫ് ദെയർ ലാൻഡ് വെൻ ദ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് റിക്വയർ അക്വിസിഷൻ ഓഫ് ദെയർ ഹോം സ്റ്റേറ്റ്. സോ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കാരണം അവർക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വരുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം, ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് എന്ന് പറയാം. Project affected persons are those who loses their livelihood or asset fully or partially without being displaced. So project affected എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ ലാൻഡ് നഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇതിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാരണം അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ അവർക്ക് ജീവിതമാർഗ്ഗം ഇല്ലാതാവുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷൻ കാരണം അവർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാരണം അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരുന്നതിന് നമുക്ക് പ്രോജക്റ്റ് എഫക്റ്റഡ് പേഴ്സൺ. ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രോജക്റ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്ത് അവർക്ക് മാറേണ്ടി വരുന്നത്. സോ പ്രോജക്റ്റ് എഫക്റ്റഡ് എന്ന് പറയുന്നത് അവർക്ക് ഡയറക്റ്റ് അവരുടെ ലാൻഡ് ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ പ്രോജക്റ്റുമായിട്ട് ചുറ്റിപ്പറ്റി അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് കാരണം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, മാറിപ്പോകേണ്ടി വരുന്നു. The common property resources like forest, fishing ground, etc., which are their livelihoods, are acquired. In other cases, disposal of waste affect land fertility, health. Some of the most common examples include the ash ponds of thermal plant, red mud ponds to store contaminated water produced by aluminum plant, waste from cement plant, which lay the land around them was waste. This often deprive the dependent on such land their livelihood and forces them to move out. This people are indirect displacement. സോ അല്ലാത്ത കേസുകളിൽ എന്താണ്, ഈ ഒരു പുതിയതായിട്ട് വേസ്റ്റുകൾ നമ്മൾ ഒരു സ്ഥലത്ത് കൊട്ടിയിടുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത് കാരണം കൃഷി ചെയ്യാൻ പറ്റാതാവുക, അവിടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക, പിന്നെ വലിയ വലിയ തെർമൽ ഫാക്ടറീസ് അല്ലെങ്കിൽ തെർമൽ പ്ലാന്റിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് അത് കാരണം ഒരുപാട് പ്രോബ്ലംസ് വരിക. സോ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താണ് പറയുക, ഇൻഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. Any types of project resulting from the paradigm. The thinking about the pattern of development as it developed in India during the later half of the 20th century resulted in industrial project based on sophisticated ടെക്നോളജി. സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പാരാഡിം എന്ന് പറഞ്ഞ ഷിഫ്റ്റാണ്. ഈ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ വരുന്നത് കാരണം ഒരുപാട് ഷിഫ്റ്റ് നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ഡാംസൊക്കെ വന്ന കാലഘട്ടം ആ ഒരു സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ് പദ്ധതികൾ വരുന്നുണ്ട്. പ്രയോറിറ്റി വാസ് ഗിവൺ ടു മാസീവ് ഡാംസ് ലൈക്ക് ഹിരാക്കുഡ് ഇൻ ഒറീസ. ഹിരാക്കുഡ് എന്ന് പറയുന്ന ഡാം, സോ അത് ഒറീസയിലാണ്. നാഗാർജുന സാഗർ ആൻഡ് തുംഗഭദ്ര എന്ന് പറയുന്ന ഡാംസ് ആന്ധ്രാപ്രദേശിലാണ്. ബക്രാനങ്കൽ ഇൻ ഹിമാചൽ പ്രദേശാണ്. ദാമോദർ വാലി ഇൻ ജാർഖണ്ഡ്. സോ ഇതെല്ലാം നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ ഈ ഡാംസ് എന്ന് പറയുന്നത്. അതർ ഇൻക്ലൂഡഡ് സ്റ്റീൽ പ്ലാന്റ്. ഡാംസ് മാത്രമല്ല, പിന്നെ എന്തുണ്ട്, സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട്, ഹെവി ഇലക്ട്രിക്കൽ മെഷീൻസ്, ടൂൾസ്. സോ ഇതെല്ലാം ഡെവലപ്മെൻറ്റ് മാറി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ആയതിൻ്റെ ഭാഗമായിട്ട്, ഡെവലപ്മെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട്, ടെക്നോളജി ഇൻറ്റഗ്രേറ്റഡ് ആയതിൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളാണിതൊക്കെ. ഗിവൺ ദ തിങ്കിങ് ബിഹൈൻഡ് ദം, നെഹ്റു ഡിക്ലെയർഡ് അറ്റ് ദ ഇനോഗ്രേഷൻ ഓഫ് ഹിരാക്കുഡ് ഡാം ദാറ്റ് സച്ച് പ്രോജക്റ്റ് വെർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. സോ ഈ ഒരു ഹിരാക്കുഡ് ഡാമിൻ്റെ ഇനോഗ്രേഷന് നെഹ്റു പറഞ്ഞൊരു വാക്കാണിത്. സോ ഇത് നോർമൽ PSCസിൽ LP UP പോലുള്ള എക്സാമുകൾക്കൊക്കെ ഇതൊക്കെ ഈ ഒരു സെൻറ്റൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് നെഹ്റു ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ, ഇന്ത്യയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞത് ഡാമുകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന്, പുതിയ ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന് അദ്ദേഹം
വിശേഷിപ്പിച്ചത് ഡാംസിനെയാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. Infrastructure was undoubtedly needed to give shape to gigantic project. Western colonizing nations could afford extensive use of these resources because much of this raw materials was brought from colonies. India is a thickly populated country, does not have much land in spare, and since the focus of development activities on economic growth, the social sector continue to be neglected. As a result, little attention has been paid to consequence of economic growth-oriented development activities which are causing large-scale displacement of peoples, particularly of those living in rural and tribal areas. So, നമ്മുടെ പല ഇന്ത്യയിലുള്ള പല വികസനങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തണം. അതുകൊണ്ട് തന്നെ പല വെസ്റ്റേൺ കോളനൈസിങ് കാരണങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് കാരണം ഇത് നമ്മൾ എവിടെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർക്ക് അവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളി അവർക്ക് മാറേണ്ടി വരുന്നുണ്ട്. ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന റൂറൽ ഏരിയാസിലുള്ള അതുപോലെ ട്രൈബൽ ഏരിയാസിലുള്ള ആൾക്കാരിലായിരിക്കും. സോ അതിന് എതിരായിട്ട് വന്നൊരു ആക്റ്റാണ് ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ അത് ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത് 1894 വന്നൊരു ആക്റ്റാണ്. ബേസിക് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ദ ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് നീഡഡ് ടു ചേഞ്ച് ദ ഇന്ത്യൻ എക്കോണമി ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇന്ത്യൻ എക്കോണമി എന്താണ്? ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇറ്റ് റിക്വയർഡ് റോ മെറ്റീരിയൽസ് ലൈക്ക് കോട്ടൺ ആൻഡ് ടീ ആൻഡ് ദ മണി ടു ഫണ്ട് ഇറ്റ്. സോ ദ കോളനിയലിസ്റ്റ് ഹാഡ് ടു ടേൺ ഇന്ത്യ ഇൻടു എ സപ്ലയർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ. ഇൻ ഓർഡർ ടു പ്രൊക്യൂർ ദിസ് റോ മെറ്റീരിയൽ ദ ബ്രിട്ടീഷ് നീഡഡ് ടു അക്വയർ ആസ് മച്ച് ലാൻഡ് ആസ് പോസിബിൾ ഫോർ സ്കീംസ് ലൈക്ക് കോൾ മൈൻസ്, കോഫി പ്ലാന്റേഷൻ, ടീ എസ്റ്റേറ്റ്സ്, റെയിൽവേസ് ആൻഡ് റോഡ്സ്. സോ ബ്രിട്ടീഷുകാർക്ക് അവരവരുടെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കയറ്റുമതി ഇവിടെ ബ്രിട്ടനിലോട്ട് അയക്കണമായിരുന്നു. സോ അതിനുവേണ്ടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവർ നമ്മുടെ സ്ഥലങ്ങൾ അക്യൂർ ചെയ്യാൻ തുടങ്ങി. അത് കൈ കടത്തി വയ്ക്കാൻ തുടങ്ങി. സോ അത് അവർ ഒരുപാട് പല രീതിയിലൂടെ നമ്മുടെ ആൾക്കാരെ തന്നെ സമീന്ത സിസ്റ്റംസിലൂടെ അങ്ങനെയൊക്കെ പല രീതിയിലൂടെയാണ് അവരത് എന്ത് ചെയ്തത്. സോ അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് വന്നൊരു ആക്റ്റാണ് ലാൻഡ് അക്വിസിഷൻ ആക്ട് എന്ന് പറയുന്നത്. എഫേർട്സ് വെയർ മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇനാക്ട്മെൻറ്റ് ഓഫ് ന്യൂ ലാൻഡ് ലോസ് സോ ആസ് ടു ട്രാൻസ്ഫർ ലാൻഡ് ടു ബ്രിട്ടീഷ് മൈനിങ് ആൻഡ് പ്ലാന്റേഷൻ കമ്പനീസ്. ദിസ് എഫേർട്ട് culminated in the form of Land Acquisition Act 1894. The changes in the land laws were integral to the British government effort in maximizing its gain from countries under their rule. സോ അതിന് ഈ ഒരു ആക്ട് വന്നതിന് ശേഷം എന്താണ്? നമ്മുടെ ഏത് നാട്ടിലാണോ സോ ആ നാട്ടിലുള്ള റൂളേഴ്സിന് മാത്രം അത് മാറ്റാനുള്ളൊരു ഇതായിട്ടാണ് ഈ ലാൻഡ് അക്വിസിഷൻ ആക്ട് വന്നത്. സോ ഇനി അടുത്ത നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഇത് ഒരു മൂവ്മെൻ്റാണ്, ഒരു മാസ് സോഷ്യൽ മൂവ്മെൻ്റാണ്. ഇത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ Narmada Bachao Andolan is the most powerful mass movement started in 1885 against the construction of huge dam on Narmada River. So Narmada Riverൽ കുറുകെയായിട്ട് ഒരു വലിയ ഡാം പണിയാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അത് നിർത്താൻ വേണ്ടി നടന്നൊരു മൂവ്മെൻ്റാണ്, പവർഫുൾ മൂവ്മെൻ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. സോ ഇത് പ്രീവിയസ് ഇയർ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നർമ്മദയ്ക്ക് കുറുകെ കിട്ടാൻ ഉദ്ദേശിച്ച ഡാമാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. നർമ്മദ ഇസ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ് വിച്ച് സപ്പോർട്ട് എ ലാർജ് വെറൈറ്റി ഓഫ് പീപ്പിൾ വിത്ത് ഡിസ്റ്റിങ്ഷ്ഡ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ ranging from the indigenous tribal people inhabited in the jungles here to the large number of rural population. So നർമ്മദ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്, ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ട്രൈബൽ പീപ്പിൾസ് അല്ലെങ്കിൽ റൂറൽ പീപ്പിൾസ് ജീവിക്കുന്ന ആ കാടുകളിൽ ഈ നർമ്മദ റിവറിൻ്റെ കൈവഴികളിൽ ഒരുപാട് ആൾക്കാർ ട്രൈബൽ പീപ്പിൾസ് ജീവിക്കുന്നുണ്ട്. ദ പ്രൊപ്പോസ്ഡ് സർദാർ സരോവർ ഡാം ആൻഡ് നർമ്മദ സാഗർ വിൽ ഡിസ്പ്ലേസ് മോർ ദാൻ 25 lakh പീപ്പിൾ. സോ ഇങ്ങനെ ഒരു ഡാം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 25 ലക്ഷം ആൾക്കാരെങ്കിലും ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരും. സോ അപ്പോൾ അതിനെതിരായിട്ടാണ് സീയിങ് ദ എഫക്ട് ദ മോസ്റ്റ് പവർഫുൾ മാസ് മൂവ്മെൻറ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് ലെഡ് ബൈ മെധാ പട്കർ ആൻഡ് ഹെർ കൊളീഗ് against the construction of the huge
huge dam over the river in 1985 for rehabilitation or resettlement of the affected people. സോ ഇത് കെട്ടാതിരിക്കാനല്ല, എന്തിനാണ് അത് ഈ ഒരു ഡാം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ആൾക്കാർക്ക് അവരുടെ വീട് നഷ്ടപ്പെടും. സോ അപ്പോൾ ഇവർക്ക് അത് എന്ത് ചെയ്ത് കൊടുക്കണം, റീഹാബിലിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ എഫക്റ്റഡ് പീപ്പിൾസിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. സോ 1985 ഇനി ഈ ഒരു മൂവ്മെൻറ്റ് നേതൃത്വം നൽകിയത് മെധാ പട്കറാണ്. ഈ മെധാ പട്കറിൻ്റെ ഒരുപാട് സത്യാഗ്രഹത്തിലൂടെയും ഫാസ്റ്റിങ്ങുകൾ പട്ടിണി കിടന്നുമൊക്കെയാണ് ഈ ഒരു ഇത് നേടിയെടുത്തത്. മെധാ പട്കർ ലീഡ് ദ നർമ്മദ മൂവ്മെൻറ്റ് അലോങ് വിത്ത് ബാബ ആംടെ. ഇറ്റ് വാസ് ഓൾസോ സപ്പോർട്ടഡ് ബൈ സെവറൽ NGOs, ലോക്കൽ പീപ്പിൾ, ആക്ടിവിറ്റീസ്, റൈറ്റേഴ്സ് ലൈക്ക് അരുന്ധതി റോയ് ഓൾസോ. സോ ഈ ഒരു മൂവ്മെൻറ്റിന് കൂടെ മെധാ പട്കറിൻ്റെ കൂടെ നിന്നതാണ് ബാബ ആംടെയും ഇദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. അതുപോലെ ഒരുപാട് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ലോക്കൽ പീപ്പിൾ ആക്ടിവിറ്റീസും ഇതെല്ലാവരും ഒന്നിച്ച് നടത്തിയ ഒരു മാസ് മൂവ്മെൻ്റാണ് ഗുജറാത്തിലെ. In 1991, Medha Patkar and Baba Amte, the leading spokespersons of the Narmada Bachao movement, received the Right Livelihood Award. So, ഇതിൻ്റെ ഭാഗമായിട്ട് 1991 മെധാ പട്കറിനും ബാബ ആംടെയ്ക്കും റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് 1991 മെധാ പട്കറിനും ബാബ ആംടെയ്ക്കുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് ഇൻവോൾവ് ചെയ്തിരുന്ന പീപ്പിൾസാണ് ഇതിലേറ്റവും മുൻപിൽ നിന്ന ഈ മൂവ്മെൻറ്റിന് ഏറ്റവും മുൻപിൽ നിന്നതാണ് മെധാ പട്കർ. Forefront of the movement, she has organized several fasts and satyagrahas and been to jail several times for the ഇത് കാരണം ഒരുപാട് പ്രാവശ്യം ജയിലിൽ പോവുകയും ഫാസ്റ്റിംഗ് കിടന്നുമൊക്കെയാണ് ഇവർ ഈ ഒരു നേട്ടം എടുത്തത്. ബാബ ആംടെ, known for his work against leprosy, he published a booklet called Cry O Beloved Narmada in 1989 to protest against the construction of dam. സോ ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ്റെ എതിരായിട്ട് ഇദ്ദേഹം എഴുതിയ ബാബ ആംടെയുടെ ഒരു ബുക്കാണ് ക്രൈ ഓ ബിലൗഡ് നർമ്മദ 1918. So 1994 was the launch of Narmada, A Valley Rises by film maker Ali Hassi. അലി ഹസനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു. 5 week സംഘർഷ യാത്ര ഓഫ് 1990 ഒരു ഫിലിമായിരുന്നു അലി ഹസനിയുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതുമായിട്ട് കുറച്ച് MCQs നോക്കാം. ഡാഷ് ഡിസ്പ്ലേസ്മെൻറ്റ് ലീഡ്സ് ടു ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലൊക്കേഷൻ. അവർ ആക്ച്വലി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അവർ ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. സെക്കൻഡ് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ ഇമ്പാക്റ്റ് ഓഫ് DID. സോ ലാൻഡ്ലെസ്നെസ്, ജോബ്ലെസ്നെസ്, മാർജിനലൈസേഷൻ. സോ ഇതെല്ലാം ഇമ്പാക്റ്റാണ്. ഓൾ എമംഗ് ഫോളോയിങ് വിച്ച് ഈസ് എ കോസ് ഓഫ് DID. കോസ് അഗ്രികൾച്ചർ എക്സ്പാൻഷൻ കാരണമാകാം, മൈനിങ് ആകാം, എയർപോർട്ട് ആകാം. സോ ഓൾ ആണ് ആൻസർ. പീപ്പിൾ ഹു ആർ ഫോഴ്സ്ഡ് ടു മൂവ് ഔട്ട് ഓഫ് ദിയർ ഹാബിറ്റാറ്റ് ബൈ വാർസ് ആൻഡ് സിവിൽ അൺറസ്റ്റ് നോൺ ആസ്. സോ റെഫ്യൂജീസ് ആണ്. ഫിഫ്ത്ത് വൺ, ഡ്യൂ ടു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി പീപ്പിൾ ഫോഴ്സ്ഡ് ടു ലീവ് ദെയർ ലാൻഡ് ഇസ് ഡിസാസ്റ്റർ റെഫ്യൂജീസ് ആണ്. ഹിരാക്കുഡ് ഡാം വാസ് ഇൻ ഒറീസ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് നെയിം ദ ഡാം ഇൻ നർമ്മദ റിവർ വിച്ച് അലീഗഡ്ലി കോസിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ട്രൈബൽ പീപ്പിൾ ഇൻ ഗുജറാത്ത്. സോ അത് സർദാർ സരോവർ ഡാമാണ്. നെഹ്റു ഡിക്ലെയർഡ് ദാറ്റ് ഡാഷ് ആർ ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. സോ ഡാംസ് ആണ് ആൻസർ. ലാൻഡ് അക്വിസിഷൻ ആക്ട് 1894. നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡാം? സോ സർദാർ സരോവർ ഡാമാണ്. ഹൂ ലെഡ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? മെധാ പട്കർ ആണ്. സോ ഇത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീക്കിലായിരിക്കും. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.